മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മുൻപ് പ്രദേശവാസികൾ പറഞ്ഞത്. വലിയ ആഴമുള്ള ഒരു കരിങ്കൽ ക്വാറിയിലേക്കാണ് ലോറി മറിഞ്ഞത്. ഭക്ഷ്യസാധനങ്ങളുമായി പോയ ലോറിയാണ് തിരിക്കുന്നതിനിടെ റോഡരികിലുള്ള ക്വാറിയിലേക്ക് മറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഡ്രൈവറും ക്ലീനറുമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഡ്രൈവർ രക്ഷപ്പെട്ടു, പക്ഷേ അതേസമയം ക്ലീനറെ രക്ഷപ്പെടുത്താനായില്ല. അദ്ദേഹം ഇപ്പോഴും ആ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിനുള്ള വാർത്തയാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഡൈവിംഗ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു, പക്ഷേ എങ്കിലും ലോറി കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിലാണ് പിന്നെ കൂടുതൽ ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. ക്രെയിൻ മുൻപ് തന്നെ എത്തിച്ചിരുന്നു. ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു. ഈ അപകടം നടന്നു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ക്രെയിൻ എത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ക്രെയിൻ ആവശ്യമായ നീളമുള്ള വടം അവിടെ ലഭ്യമായിരുന്നില്ല ക്രെയിനിൽ ഘടിപ്പിക്കാൻ. അതായിരുന്നു വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് നീളമുള്ള ബെൽറ്റ് എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഈ ബെൽറ്റ് ഉപയോഗിച്ച് അത് ആ ലോറിയിലേക്ക് ഘടിപ്പിച്ച ശേഷം ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ആ ബെൽറ്റ് പതിയെ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. 70 അടിയോളം താഴ്ചയാണ് ഈ ജലാശയത്തിനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അജി കുഞ്ഞുമൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അജി, ആ ബെൽറ്റ് ഇങ്ങനെ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. സമയം ഇപ്പോൾ 5:40 ആയിട്ടുണ്ട്. ഇരുട്ടുന്നതിന് മുൻപ് തന്നെ ഈ ലോറി ഉയർത്തുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടേ? അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയല്ലേ ഇത്? തീർച്ചയായിട്ടും പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സമയം 5 മണി കൂടെ അടുക്കുന്നു, 6 മണി കൂടെ അടുക്കുന്നു. അപ്പോൾ ഇരുട്ടുന്നതിന് മുൻപ് ഈ രക്ഷാപ്രവർത്തനം നടത്തണം, ഇല്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ ദുഷ്കരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഈ പകൽ വെളിച്ചത്തിൽ പോലും ഈ രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവിടെ വാഹനം കണ്ടെത്താൻ വലിയ തരത്തിലുള്ള ദുഷ്കരണം ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ അവർക്ക് ദുഷ്കരമായ ഒരു കാര്യം തന്നെയായിരുന്നു വാഹനം കണ്ടെത്തുന്നത്. കാരണം അപ്പോൾ ഇരുട്ടിയാൽ അത് പറയേണ്ടതില്ലല്ലോ, അത്രയും ഏറെ ദുഷ്കരമാണ്. ഏതായാലും ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നേരത്തെ പ്രകൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ റോപ്പും ഒപ്പം തന്നെ ബെൽറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാഹനം ഉയർത്താൻ ശ്രമങ്ങൾ നടത്തുന്നത്. ഇതിൽ മുങ്ങൽ വിദഗ്ധരായ സ്കൂബ ഡൈവേഴ്സ് 4 പേരടങ്ങുന്ന സംഘമുണ്ട്. അവർ താഴെ ചെന്ന് ഈ വാഹനത്തിൽ ഹാങ് ചെയ്ത് വാഹനം ഉയർത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1:10 നടന്ന അപകടം ഇത്രയും മണിക്കൂർ പിന്നിട്ടുന്നു. അപ്പോഴും ആളെ രക്ഷിക്കാനോ ആ ലോറി ഉയർത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത് 70 അടി ഉയരമുണ്ട് ഈ കോറിക്ക്. 40 വർഷമായി ഉപയോഗശൂന്യമായിരുന്ന ഒരു കോറി. അവിടെ മാലിന്യങ്ങളും ഒപ്പം തന്നെ അത് തന്നെയാണ് അജി, 40 വർഷമായി ഉപയോഗശൂന്യമായ ഒരു ക്വാറിയാണ്. ഇവിടെ മുൻപ് അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിന് വേണ്ടത്ര ഒരു ജാഗ്രത ഇതിൽ അധികൃതർ പുലർത്താത്തത്? പ്രത്യേകിച്ച് റോഡിനോട് തൊട്ട് ചേർന്നല്ലേ ഈ ക്വാറി സ്ഥിതി ചെയ്യുന്നത്? തീർച്ചയായിട്ടും പ്രവിധ, നാട്ടുകാർ അല്പം മുൻപ് നമ്മൾക്ക് നൽകിയ ബൈറ്റുകളിലും കാര്യം പറഞ്ഞിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ നടന്നിരുന്നു. ഇതൊരു പ്രധാന റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോറിയാണ്. അപ്പോൾ അതിനുവേണ്ട മതിയായ സുരക്ഷാ കവചമോ അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോർഡോ ഒന്നും തന്നെയും ഉണ്ടായിട്ടില്ല. അതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഈ വാഹനം ഈ കോറിയിലേക്ക് പതിച്ചത് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ്. അതായത് ഈ പ്രദേശത്തൊരു ഇറക്കമുള്ളൊരു റോഡാണ്. അപ്പോൾ നിയന്ത്രണം വിട്ടപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് നിരപ്പായ ഒരു സ്ഥലം കണ്ടപ്പോൾ ആ നിരപ്പായ സ്ഥലത്തിലേക്ക് വാഹനം ഓടിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരു കോറി ഉണ്ടായിരുന്നു എന്ന് ഡ്രൈവറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഈ വാഹനം ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ ഈ വാഹനത്തിൽ ഹാങ് ചെയ്യാൻ വേണ്ടി വാഹനത്തിലേക്ക് ഹാങ് ചെയ്യാൻ അവർ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ലോറി ഉയർത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഫയർഫോഴ്സ് ടീമടക്കം പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉയർത്താൻ പറ്റിയിരുന്നില്ല, അത്ര ദുഷ്കരമായിരുന്നു. പിന്നീടാണ് ബെൽറ്റും ഒപ്പം തന്നെ റോപ്പും ഘടിപ്പിച്ചുകൊണ്ട് ഇതിപ്പോൾ ഉയർത്താൻ ശ്രമിക്കുന്നത്. കാരണം ഈ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വന്നിരുന്ന ഒരു ലോറിയാണ്. അപ്പോൾ അതിനകത്ത്
അത്രയും ഏറെ ഭാരവുമുണ്ട്. അതുമാത്രമല്ല ഈ ചെളിയിലാണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ 4 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ അതിൻ്റെ ഹാങ് ചെയ്യാൻ വേണ്ടി ഇവിടെ മുങ്ങിത്താണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും അതിൻ്റേതായിട്ടുള്ള ദുഷ്കരമായ കാര്യമാണ് ഉള്ളത്. ലോറിക്കുള്ളിലാണ് മുസ്തഫ ഉള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അവൻ ഉള്ളിലുണ്ടായിരുന്നു, ലോറിക്കുള്ളിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കാരണം മറ്റ് സ്ഥലത്തെല്ലാം തന്നെയും അവർ തെരച്ചിൽ നടത്തിയിരുന്നു. മുസ്തഫയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ലോറിക്കുള്ളിൽ തന്നെ മുസ്തഫ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പറയുന്നത്. ഏതായാലും ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ സമയം 6 മണിയോട് അടുക്കുകയാണ്. അപ്പോൾ ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം ലോറി ഉയർത്തുവാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവിത, ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് വലിയ ശേഷിയുള്ള ക്രെയിനാണല്ലോ അജി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആവശ്യത്തിന് നീളമുള്ള ബെൽറ്റും എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? പ്രവിത, ഇപ്പോൾ ഏറ്റവും നേരത്തെ മുതൽ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നൊരു പ്രധാന കാര്യമുണ്ട്. ഈ ചെളിയിൽ താഴ്ന്നിരിക്കുകയാണ് ലോറി. അപ്പോൾ പ്രധാനമായും ഈ ബെൽറ്റ് അടക്കം, നേരത്തെ ഈ ക്രെയിൻ അടക്കം അത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് പൊട്ടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നിലവിൽ 2ാം ഘട്ടമായിട്ടാണ് അവർ ഈ ബെൽറ്റും ഒപ്പം തന്നെ റോപ്പും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതാണിപ്പോൾ നടക്കുന്നത്. കാരണം ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും നടത്തുന്നുണ്ട്. കാരണം അവിടെ താഴേക്ക് സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തി റോപ്പ് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രവിത. അജി കുഞ്ഞുമോനാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ആദവനാട് കരിങ്കൽ ക്വാറിയിൽ മുങ്ങിയ ലോറി ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. ഈ ശ്രമത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ലോറി 70 അടി താഴ്ചയിലാണ് പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നിറയെ ചെളിയുണ്ട് എന്നാണ് ഇപ്പോൾ ഡൈവിംഗ് സംഘം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം 5:45 അടുക്കുന്നു. ഇരുട്ട് വീണ് തുടങ്ങുകയാണ്. അതിനു മുൻപ് തന്നെ ലോറി ഉയർത്താനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മുൻപ് വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് ലോറി ഉയർത്താനായി എത്തിച്ച ക്രെയിനിന്റെ ബെൽറ്റിന് നീളമില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ലോറി അധികം താഴ്ചയിലായതിനാൽ അത് ഉയർത്താൻ ഈ ബെൽറ്റ് അവിടെ ആ ലോറിയിൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനായി ഡൈവിംഗ് സംഘം പുറപ്പെടുന്നുണ്ട്. അതിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവർ തയ്യാറെടുക്കുകയാണ്. ലോറി കിടക്കുന്ന ഇടത്തേക്ക് ഈ ബെൽറ്റുമായി എത്തി ആ ലോറിയിൽ ഘടിപ്പിച്ച ശേഷം ആ ലോറി ഉയർത്താമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഡൈവിംഗ് സംഘം ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, ഈ അപകടം നടന്നിട്ടിപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കുന്നത്? ഇപ്പോൾ ആ രക്ഷാസംഘം, അതായത് ആ ഡൈവിംഗ് സംഘം പുറപ്പെടാൻ ഒരുങ്ങുന്നു എന്നാണ് ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ഡൈവിംഗ് സംഘം അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യണം. അപ്പോൾ ഡൈവിംഗ് സംഘം താഴേക്ക് ചെന്ന് ഇത് ഹാങ് ചെയ്ത് അങ്ങനെ ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിൽ ഇവർക്ക് ഉള്ളത്, ഈ രക്ഷാപ്രവർത്തകർക്ക് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ദുഷ്കരമായിരുന്നു. ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ 2ാം ഘട്ടത്തിൽ ഇത്തരത്തിൽ ബെൽറ്റും ഒപ്പം തന്നെ ക്രെയിനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സ് സംഘവും നമ്മളോട് പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:10 ഇത്തരത്തിൽ ഈ നാടിനെ നടുക്കിയ, തിരൂരിനെ നടുക്കിയ ഇത്തരത്തിലൊരു അപകടം ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുങ്ങൽ വിദഗ്ധർ അവിടേക്ക് താഴേക്ക് ഡൈവ് ചെയ്ത് ഉടനെ തന്നെ ഇത് ലോറിയിൽ ബെൽറ്റ് ഘടിപ്പിച്ച് ഉടനെ തന്നെ അത് ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുമുള്ളത്. ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം 5 മണിക്കൂർ എടുക്കുന്നു ഈ ഒരു ലോറി ഉയർത്താനുള്ള ശ്രമം. ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അത്രയും നേരം കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പക്ഷേ അത് വിജയം കണ്ടെത്തിയില്ല എന്നുള്ള ഒരു സങ്കടകരമായ ഒരു കാര്യവും കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. പ്രവിത, പ്രദേശത്ത് ഏതായാലും പോലീസിൻ്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഒരു രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പ്രവിത.
അജയ് കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മലപ്രമാദവനാട് കരിങ്കൽ ക്വാറിയിൽ മുങ്ങിയ ലോറി ഉയർത്താനുള്ള ശ്രമമാണ്, തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാം. ക്ലീനറായ മുസ്തഫ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.